എന്തോ ഒരു മാന്യതയില്ലാത്ത ഇത് പോലീസ് കേസ് കൊടുക്കുക എന്തായാലും. അർദ്ധരാത്രിയുടെ മറവിൽ നിക്ഷേപിച്ചിരുന്ന മാലിന്യ കൂമ്പാരമാണ് എനിക്ക് പിന്നാലെ കാണുന്നത്. പഞ്ചായത്ത് പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവരെ ഇത് അറിയിക്കുക. അവരിത് കണ്ടുപിടിക്കട്ടെ, അവര് ക്യാമറയുള്ളത് നോക്കട്ടെ. ഇതാണ്ട് ഇവിടെ വിസ്മയ ന്യൂസിന്റെ ചാനലിന്റെ പ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും നിൽക്കുക. ഇത് കണ്ടോ ഈ കാണുന്ന വേസ്റ്റ്? ഒരു രാത്രി കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അങ്ങ് കുന്നാക്കി കളയുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാത്തന്നൂരിലാണ്. നിങ്ങൾ വിചാരിക്കും ഇതൊരു വിളപ്പിൽ ശാലയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാലിന്യ ചണ്ടിയിലോ ആണ് നിൽക്കുന്നതെന്ന്. ഒരിക്കലുമല്ല. ഇത് ചാത്തന്നൂരിലാണ്, 12ാം വാർഡിലെ സിവിൽ സ്റ്റേഷന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ നാട് മുഴുവൻ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിൽ വലിയൊരു വാർത്ത കേട്ടാണ് ഇന്ന് ഉണർന്നത്. കാരണം ഇന്നലെ രാത്രി അർദ്ധരാത്രിയുടെ മറവിൽ നിക്ഷേപിച്ചിരുന്ന മാലിന്യ കൂമ്പാരമാണ് എനിക്ക് പിന്നാലെ കാണുന്നത്. ഏതായാലും ചാത്തന്നൂരിലെ 12ാം വാർഡിൽ സിവിൽ സ്റ്റേഷനിൽ കാണുന്ന ഈ ഒരു ഏരിയ വളരെ ജനവാസ മേഖലയാണ്. SN കോളേജിനടുത്തേക്കുള്ള മേഖലയാണ്, റോഡ് സൈഡാണ്. ആരാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ പ്രദേശത്താകെ മാലിന്യം നിക്ഷേപിച്ചത്? രാത്രിയുടെ മറവിൽ വലിയ രീതിയിൽ ട്രക്കുകളിൽ കൊണ്ടുവന്നാണ് ചാക്ക് കണക്കിന് മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ മാലിന്യമുക്ത കേരളമെന്നും വലിച്ചെറിയൽ രഹിത കേരളമെന്നും ഒക്കെ തന്നെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോഴും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മാലിന്യ നിക്ഷേപം നടന്നിരിക്കുന്നു. നമുക്ക് ഏതായാലും വിശദാംശങ്ങളിലേക്ക് പോകാം. ഇത് ഇവിടെ അടുത്ത് തന്നെയുള്ള ഇവിടെ ഉള്ള വിജയവാന സാർ എന്ന് പറയുന്ന ഒരാളുടെ പ്രോപ്പർട്ടിയാണ്. എന്തോ ഈ കാണുന്നത്? അതാ ഈ കാണുന്ന മാലിന്യ കൂമ്പാരമാണ്. ഞാൻ ഈ വാർഡിന്റെ മെമ്പറാണ്. ഇന്നലെ രാത്രി കൊണ്ടിട്ട സാധനമാണ്. എന്നെ ഈ അമ്മ വിളിച്ച് ഈ സാധനം ഇവിടെ ചാക്കിന് കൊണ്ടിട്ടേക്കെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ചാക്കോ 2 ചാക്കോ അങ്ങനെ ആയിരിക്കും. ഞാൻ എന്തായാലും ഇത്രയും വലിയ ഭീകരമായ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങത്തില്ലായിരുന്നു. നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കിയേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു രാത്രി കൊണ്ട് ഒരു പ്രദേശത്തെ മുഴുവൻ, നമ്മുടെ മാങ്ങാണ്ടി ഇങ്ങോട്ട് വെള്ളത്തിലോട്ട് വീണപ്പോ 25,000 രൂപ പിഴ ഇട്ട നാട്ടിലാണ് നിങ്ങൾ ഈ കാണുന്ന കാഴ്ച. ഇത് കണ്ടോ ഈ കാണുന്ന വേസ്റ്റ്? ഒരു രാത്രി കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അങ്ങ് കുന്നാക്കി കളയാൻ നോക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. മാത്രമല്ല അല്ലാത്ത എല്ലാ വേസ്റ്റും ഉണ്ടല്ലേ? ശരിക്കും ഈ പ്രോപ്പർട്ടിയുടെ ഇതിന്റെ ഓണർ ആരാ? ഓണർ വിജയമോഹൻ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം കണ്ടോ ഇത്? അദ്ദേഹം കണ്ടില്ല. അദ്ദേഹത്തിനെ ഇപ്പം വിളിച്ചപ്പോ അറിഞ്ഞില്ല പുള്ളി. ശരിക്കും പറഞ്ഞാൽ ഇത് മെയിൻ റോഡല്ലേ? ഇത് പരവൂർ റോഡാണ്. അല്ല, ഇത് ചാത്തന്നൂർ SN കോളേജിലോട്ട് പോണ റോഡാണ്. ഇവിടെ അടുത്തൊരു ശ്രീമഹാ ക്ഷേത്രം എന്ന് പറയുന്ന വലിയൊരു അമ്പലമുണ്ട്. ഇവിടെ സാധാരണ ഉള്ള നല്ല ജനങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഇത് മനഃപൂർവ്വമായിട്ട് ഈ വാർഡിൽ ഇങ്ങനെ കൊണ്ട് തള്ളുക എന്ന് പറയുന്നത് ഇത് ഒരു കാരണവശാലും അനുവദിച്ചെടുക്കാൻ പറ്റില്ല. മാത്രമല്ല ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്ത്, വലിച്ചെറിയൽ മുക്ത പഞ്ചായത്തായിട്ട് ഇവിടെ പന്തല് കെട്ടി ഡിക്ലെയർ ചെയ്ത സ്ഥലമാണിത്. എന്നിട്ട് ഇതിനൊരു ആ സ്ഥലത്താണ് ഈ കിടക്കുന്നത്. അത് നിയന്ത്രിക്കാൻ ഈ പഞ്ചായത്തിന് കഴിയുന്നില്ലെങ്കിൽ ഇവിടുത്തെ അധികാരികൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? ഇതുണ്ട് ഇവിടെ ഒരു CCTV ഒന്നും ഇല്ല ഈ സ്ഥലത്തൊന്നും. അങ്ങനെ പ്രധാന CCTV ഉണ്ടെങ്കിലേ ഉള്ളു. CCTVയുടെ അത്യാവശ്യമായ CCTVയുടെ ആവശ്യമുണ്ട്. പക്ഷെ ഇത് ജനങ്ങള് രാത്രി കൊണ്ട് ഇങ്ങനെ ഇടാൻ പറ്റുമോ? ഇന്നലെ വരെ ഇല്ലായിരുന്നു. ഇവര് ജനങ്ങൾ ഇവിടെ നാട്ടുകാർ ബഹളം ഉണ്ടാക്കി പറഞ്ഞിട്ട് 12 മണിക്കും 1 മണിക്കും ജനങ്ങൾ ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ ആരും എല്ലാ പെണ്ണുങ്ങൾ, ഞങ്ങളുടെ വീട്ടിൽ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരാൾ കണ്ടോണ്ട് നിൽക്കുകയാണ്. കുടിച്ച് കിറ്റായതുകൊണ്ട് അവന് നമ്പരൊന്നും എടുക്കാൻ പറ്റിയില്ല. ഒരു 2-3 ട്രക്ക് ഒരുമിച്ച് വന്ന് ഈ കച്ചവടം എല്ലാം ഇവിടെ കൊണ്ട് കളഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആളുകൾ കൊണ്ടുവന്നു. എവിടെ നിന്നുള്ള വേസ്റ്റ് ആണെന്ന് അങ്ങനെ വല്ല ബോധമുണ്ടോ? ഇത് ശരിക്കും പറഞ്ഞാല് പ്ലംബിംഗ് വേസ്റ്റുകളുണ്ട്, വീട് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട വേസ്റ്റ് ഉണ്ട്, സെപ്റ്റിക് ടാങ്കിന്റെ വേസ്റ്റ് ഉണ്ട്, ഈ അക്രിക്കടകളിലെ വേസ്റ്റ് ഉണ്ട്. അങ്ങനെ വലിയ വലിയ ലോറികളിലോ ഒക്കെ രാത്രിയുടെ മറവിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിരിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ചാത്തന്നൂർ പഞ്ചായത്തിലെ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ മാലിന്യമുക്ത നഗര പ്രദേശം, അതോടൊപ്പം തന്നെ വലിച്ചെറിയൽ രഹിത പ്രദേശമൊക്കെ ആയി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലത്താണ് ലോഡ് കണക്കിന് രാത്രിയുടെ മറവിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ചാക്ക് കണക്കിന് തട്ടിയിരിക്കുന്നത്. പക്ഷെ ഇതൊരു മെയിൻ റോഡായിട്ട് പോലും ഇവിടെയും ഒരു CCTV പോലും ഇല്ല എന്നുള്ളതാണ് നമ്മളെ അതിശയിപ്പിക്കുന്ന കാര്യം. കണ്ടില്ലേ? പഞ്ചായത്ത് പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവരെ ഇത് അറിയിക്കുക. അവരിത് കണ്ടുപിടിക്കട്ടെ, അവര് ക്യാമറയുള്ളത് നോക്കട്ടെ. ഇതാണ്ട് ഇവിടെ റിപ്പോർട്ടർ വിസ്മയ ന്യൂസിന്റെ ചാനലിന്റെ പ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും നിൽക്കുക. ഇതൊരു ജനങ്ങളെ മൊത്തം ഇതാക്കുന്ന ഇതില്ലേ? ഇപ്പൊ ഞാൻ പഞ്ചായത്തിൽ നിന്ന് അവര് 2-3 പേര് വിളിച്ചിട്ട് പറഞ്ഞ് ഇയാളെ അല്ല, വിജയമോഹന്റെ അല്ല ഈ വസ്തു. അത് എനിക്കും അറിയാവുന്ന പെങ്ങളെ. അപ്പൊ ഞാൻ 50 കൊല്ലം നമുക്കിവിടെ എല്ലാവർക്കും അറിയാവുന്ന ഇയാളുടെ കയ്യിലായിട്ട് ഇരിക്കുന്നത്. ഇപ്പൊ അയാൾ പ്രശ്നം വന്നപ്പോ അയാൾ പറയുന്നു അയാളുടെ പെങ്ങളെയാണ്. പക്ഷെ എങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്പരും അയാളെ ഫോൺ നമ്പരും വരെ അവിടെ ഇതും വേണം, അഡ്രസ്സും ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാമെന്നാണ് ഇപ്പൊ ഇവര് പറയുന്നത്. പഞ്ചായത്തുകാർ അത് പറഞ്ഞാൽ പോരല്ലോ. പഞ്ചായത്തുകാർ പോലീസിൽ പരാതി കൊടുക്കണം.
ആധികാരികമായി കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി കൊടുക്കണം. ഒരു വാർഡിൽ മൊത്തം അല്ലെങ്കിൽ ഒരു പ്രദേശം മൊത്തവും മാലിന്യമാക്കുന്നത് എന്നതിന് ആളുടെ പേരും നമ്പറും കണ്ടുപിടിക്കാൻ ഇവിടെ അധികാരികൾക്ക് പറ്റില്ലേ? ഇത് പോലീസ് പരാതി കൊടുക്കട്ടെ. പോലീസ് പരാതി കൊടുത്ത് ഇത് അന്വേഷിക്കട്ടെ. അവർക്ക് കേസ് എടുക്കട്ടെ. ഇതല്ല കുറച്ചായിട്ട് കൊണ്ടുവന്നിട്ടിട്ട് ഇവിടെ വലിയ ഇതൊക്കെ കൊണ്ട് കുറച്ച് നാളത്തിന് മുമ്പ് ഇട്ടതാ. അന്ന് കൊണ്ടുവന്നപ്പോ ചെളിയും അതും ഇതും വെള്ളവുമായിട്ടാ കൊണ്ടുവന്ന് ഇപ്പൊ അങ്ങ് ഉണങ്ങി വല്ലാതെ. പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ പുള്ളിയുടെ അടുത്ത് പറഞ്ഞ് ഞാനിത് ക്ലിയർ ചെയ്തേ, മനസ്സിലായില്ലേ? കുറെ അയാൾ പിന്നെ മണ്ണ് കേട്ട് അപ്പൊ ഇത്തരത്തിൽ ഈ വലിയ രീതിയിൽ ലോഡ് കണക്കിന് കൊണ്ടുവന്ന് തട്ടിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞതേ ഇല്ലേ? 12 മണിക്ക് സന്തോഷം കൊണ്ടുവന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. നോക്കിയപ്പം ഭഗവാനെ ഭീകരതയായിട്ട് തന്നെ കിടക്കുന്നു. പിന്നെ കാണാൻ നമ്മുടെ വീട് എവിടെയാണ്? അടുത്താണ് എന്റെ വീട്ടിലെ ഞങ്ങളെ കംപ്ലൈന്റ് ചെയ്ത് ഞങ്ങളെല്ലാം ചെയ്തു. നമ്മൾ ശരിക്കും വിളപ്പിൽ ശാലയിലൊക്കെ നിൽക്കുന്ന പോലെയാണ് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ കാണുന്നത്. ശരിക്കും അത്രത്തോളം കൂന കൂടിയ രീതിയിലാണ് ഈ വേസ്റ്റ് ഇങ്ങനെ ഡംപ് ചെയ്തിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള ഇത്രയും നേരമായി നിങ്ങൾ നേരം എടുത്തപ്പോൾ മുതലേ ഇത് കാണുന്നതല്ലേ? പോലീസിനെ അറിയിച്ചോ? ഇല്ല, പോലീസിനെ അറിയിച്ചില്ല. ഞാൻ ഇപ്പോഴാണ് വരുന്നത്. എൻ്റെ അടുത്ത് രാവിലെ അമ്മ വിളിച്ചു പറഞ്ഞു ചാക്ക് 2 ലോഡെന്നാ പറഞ്ഞത്. ഞാൻ കേട്ടത് 2 ചാക്കെന്നാ അമ്മ പറഞ്ഞത്. അപ്പോഴും ഞാൻ വിചാരിച്ച് 2 ചാക്ക് കൊണ്ടിട്ടാണ്. ഞാൻ അത് നോക്കാനായിട്ട് വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അപ്പോഴന്നെ വീഡിയോ എടുത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഞാനിപ്പോൾ അയച്ചിട്ടിരിക്കുക. ഞാനിപ്പോൾ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാ. ഇതിനൊരു പരാതി കൊടുത്തിട്ട് ഞാൻ പോകും. 2 ട്രക്ക് എന്ന് പറയുന്നത് 2 ട്രക്ക് എന്ന് പറയുമ്പോൾ എന്റെ അടുത്ത് പറഞ്ഞതമ്മ കാലത്തെ പറഞ്ഞത് ചാത്തന്നൂർ SN കോളേജിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട വീതിയാണ്. ശരിക്കും നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയാണ്, ജനവാസ മേഖലയാണ്. അവിടെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു വിളപ്പിൽശാലയൊക്കെ ആണെന്ന് തോന്നുന്ന രീതിയിൽ ഇങ്ങനെ കൂന കൂട്ടിയ രീതിയിൽ മാലിന്യം കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ഇത് എന്തായാലും ആര് ചെയ്തതാണെങ്കിലും ആരാണ് ഈ നാട്ടുകാർക്ക് ഇത്തരത്തിൽ വലിയ രീതിയിൽ ലോഡ് കണക്കിന് മാലിന്യങ്ങൾ ഗിഫ്റ്റ് ചെയ്തതാണെങ്കിൽ അവർക്ക് എതിരെ ശക്തമായ രീതിയിലുള്ള നടപടിയെടുക്കണം. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ മാലിന്യങ്ങൾ, ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ പ്രോപ്പർട്ടിയാണ് എങ്കിൽ പോലും റോഡരികിലുള്ള ഇത്തരം മാലിന്യ നിക്ഷേപത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടക്കുന്ന ഒരു ഏരിയയാണ്. അതോടൊപ്പം തന്നെ മാലിന്യം കൃത്യമായ രീതിയിൽ ഇതാരാണ് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതെന്നുള്ളത് പോലീസ് അന്വേഷിക്കേണ്ടതാണ്. അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കേണ്ടതാണെന്നാണ് ഇവരുടെ അഭിപ്രായം. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവനിച്ച്, വിസ്മയ ന്യൂസ്.